ഹലോ ഫ്രണ്ട്സ്, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രിവാൻഡ്രത്തിൻ്റെ ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ട് ട്രാൻസ്ഷിപ്മെൻറ്റായി വന്ന ആദ്യ കണ്ടെയ്നർ ഷിപ്പാണ് നമ്മുടെ മുന്നിലുള്ള മാരിനസൂർ ഇപ്പോൾ നമ്മുടെ പോർട്ടിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. രണ്ട് ടഗ് ബോട്ടുകളെയും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. സാൻ ബെർണാണ്ടോ പോയതുപോലെയാണോ ഈ ഷിപ്പ് പോകുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മൂറിങ് കഴിഞ്ഞിരിക്കുന്ന മാരിനസൂറിനെ ടഗ് ബോട്ടുമായിട്ട് ഹെവി റോപ്പ് ഉപയോഗിച്ച് ടൈ ചെയ്യുകയാണ്. അതിനുശേഷം ഈ പറയുന്ന ബെർത്തിൽ നിന്നും ബ്രേക്ക് വാട്ടറിൻ്റെ ഭാഗത്തേക്ക് പുള്ളി ചെയ്ത് മാറ്റിയതിന് ശേഷമായിരിക്കും കപ്പൽ പോകുന്നത്. നമുക്ക് ഡീറ്റെയിലേക്ക് നോക്കാം. നമ്മളെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ STS ക്രെയിനിൻ്റെ ബൂം വളരെ സാവധാനം ഉയർത്തുന്നത് കാണാൻ സാധിക്കും. അതായത് 72 മീറ്ററോളം നീളമുള്ള STS ക്രെയിനിൻ്റെ ബൂമാണ് വളരെ സാവധാനത്തിൽ ഉയർത്തുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കാണുന്നത് ഹെവി റോപ്പ് ടൈ ചെയ്തതിനു ശേഷം ടഗ് ബോട്ടുകൾ നമ്മൾ ഈ പറയുന്ന മാരിനസൂറിനെ ബെർത്തിൻ്റെ സൈഡിൽ നിന്നും പുള്ളി ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ടഗ് ബോട്ടുകൾ രണ്ടും വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലേക്ക് പോകുന്നത്. വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഹെവി റോപ്പ് കൊണ്ട് പുള്ളി ചെയ്തിരിക്കുന്ന മാരിനസൂറിനെ. നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലെല്ലാം ഹെവി തിരമാല തന്നെയാണുള്ളത്. നമുക്ക് ആ വീഡിയോയിലൂടെ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. വളരെ വലിയ തിരമാലയാണുള്ളത്. റോപ്പ് ടൈറ്റായിരിക്കുന്നു. ഇപ്പോൾ വളരെ സാവധാനം നമ്മുടെ മാരിനസൂർ ബെർത്തിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ ടഗ് ബോട്ടായ ഡോൾഫിൻ 35, ഡോൾഫിൻ 27 ഈ രണ്ട് ടഗ് ബോട്ടുകളുടെ സഹായത്തോടെ ഷിപ്പിനെ ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലേക്ക് പുള്ളി ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ഈ കാണുന്ന മാരിനസൂർ ആവട്ടെ 2013 മെയ് 13 ഈ ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. മരിയൻ ഓഷൻ സർവീസ് കോർപ്പറേഷനാണ് ഇതിൻ്റെ ഓണർഷിപ്പ്. മാരിനസൂർ ഷിപ്പിൻ്റെ ലെന്ത് ആവട്ടെ അല്ലെങ്കിൽ നീളമാവട്ടെ 250 മീറ്ററും ബെർത്ത് 37.4 മീറ്ററും ഡെപ്ത് ആവട്ടെ 22.1 മീറ്ററുമാണ്. ഡ്രാഫ്റ്റ് മാക്സിമം ഡ്രാഫ്റ്റ് 14 മീറ്ററാണ്. ഇപ്പോഴുള്ള ഡ്രാഫ്റ്റ് 10 മീറ്ററാണ്. ഷിപ്പിൻ്റെ സ്പീഡ് ആവട്ടെ 21.6 ന്യൂട്ടൺ. മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി 4556 TUE. 20 ക്രൂ മെമ്പേഴ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ ഫിലിപ്പിനോ രാജ്യത്തിലും കൊറിയ രാജ്യത്തിലുള്ള ആൾക്കാരുണ്ട്. അതുമാത്രമല്ല, കണ്ടെയ്നർ കപ്പാസിറ്റി 4556 TUE എന്ന് പറയുമ്പോൾ അതിൽ റീഫർ കണ്ടെയ്നർ 500 TUE. ഇതാ നമ്മുടെ കപ്പൽ വളരെ സാവധാനം നമ്മുടെ ബെർത്തിൻ്റെ സൈഡിൽ നിന്നും വളരെ സാവധാനം പുള്ളി ചെയ്തിട്ടാണ് നമ്മുടെ ടഗ് ബോട്ടുകൾ നീക്കുന്നത്. നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. മാരിനസൂർ ആവട്ടെ ട്രാൻസ്ഷിപ്മെൻ്റെ ഭാഗമായിട്ട് ആദ്യമായി വിഴിഞ്ഞം പോർട്ടിൽ വന്ന ഷിപ്പാണ്. അങ്ങനൊരു പ്രത്യേകത കൂടി നമ്മുടെ ഈ ഷിപ്പിനുണ്ട്. ഇതാ വളരെ സാവധാനമാണ് നമ്മുടെ ടഗ് ബോട്ടുകൾ മാരിനസൂറിനെ ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലേക്ക് പുള്ളി ചെയ്യുന്നത്. ഈ ബെർത്തും ബ്രേക്ക് വാട്ടറും തമ്മിൽ ഏതാണ്ട് 900 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഏതാണ്ട് 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരം തന്നെയുണ്ട് നമ്മൾ ഈ കാണുന്ന ബെർത്തും അതാ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷനും. ഹെവി റോപ്പ് ഉപയോഗിച്ച് പുള്ളി ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ മാരിനസൂർ ഇപ്പോൾ നമ്മുടെ ബെർത്തിൻ്റെ സൈഡിൽ നീങ്ങിയിരിക്കുന്നു. 250 മീറ്ററാണ് ഈ മാരിനസൂറിൻ്റെ നീളം. അതായത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ ആദ്യമായി വന്ന കണ്ടെയ്നർ ഷിപ്പായ സാൻ ബെർണാണ്ടോയെ അപേക്ഷിച്ച് 50 മീറ്റർ നീളക്കുറവുണ്ട് നമ്മുടെ ഈ മാരിനസൂറിന്. ആദ്യ ട്രാൻസ്ഷിപ്മെൻ്റ് ഷിപ്പ് എന്ന ബഹുമതി മാരിനസൂറിനുണ്ട്. രണ്ടാമത് വന്ന കണ്ടെയ്നർ ഷിപ്പ്, ആദ്യമായി വന്ന കണ്ടെയ്നർ ഷിപ്പ് സാൻ ബെർണാണ്ടോയാണെങ്കിൽ രണ്ടാമത് വന്ന കണ്ടെയ്നർ ഷിപ്പാണ് മാരിനസൂർ. മരിയൻ ഓഷൻ സർവീസ് കോർപ്പറേഷൻ അണ്ടറിൽ വരുന്ന ഷിപ്പാണിത്. ഇപ്പോൾ പോകുന്നതാവട്ടെ ജയൻ ബീറ്റിലൂടെയാണ് പോകുന്നത്.
അതിനുശേഷം മുണ്ട്ര, കൊളംബോ ഈ പോർട്ടിലേക്കായിരിക്കും നമ്മുടെ മരീനസൂർ പോകുന്നത്. ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും മരീനസൂർ ഇപ്പോൾ ബെർത്തിൻ്റെ സൈഡിൽ നിന്നും പൂർണ്ണമായിട്ട് മാറിയത് നമുക്ക് കാണാൻ സാധിക്കും. 2 ടഗ് ബോട്ടുകളുടെ സഹായത്തോടെയാണ് മരീനസൂറിനെ പുള്ളിയത് ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലേക്ക് അല്ലെങ്കിൽ ബെർത്തിൽ നിന്നും മാറ്റിയിട്ടുള്ളത്. ആ ഡിഫറൻസ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ആ STS ക്രെയിൻ ഇരിക്കുന്ന പൊസിഷനും നമ്മുടെ ആ ഷിപ്പിൻ്റെ പൊസിഷനും തമ്മിൽ നല്ല വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പനാമയിൽ രജിസ്റ്റർ ചെയ്ത ഷിപ്പാണ് മരീനസൂർ. ട്രാൻസ്ഷിപ്മെൻ്റെ ഭാഗമായിട്ട് ആദ്യമായി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൽ വന്ന ഷിപ്പ്. ഈ ഷിപ്പ് ആദ്യമായി വരുന്ന സമയത്ത് കുറച്ച് മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പോകുന്ന സമയത്ത് മഴയില്ല. കാലാവസ്ഥ തെളിഞ്ഞ കാലാവസ്ഥ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും വലിയ മഴയില്ല. മഴ കുറഞ്ഞിരിക്കുന്നു. ഷിപ്പ് വളരെ സാവധാനം മുന്നോട്ട് നീങ്ങുമായിരിക്കും. കുറച്ചുകൂടി ഈ പറയുന്ന ബെർത്തിൻ്റെ പോർഷനിൽ നിന്ന് ബ്രേക്ക് വാട്ടർ സൈഡിലേക്ക് പുള്ളി ചെയ്ത് മാറ്റുവാണ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷിഫ്റ്റ് ഷോർ ക്രെയിൻ്റെ ബൂമെല്ലാം പൂർണ്ണമായി ഉയർത്തി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൽ നാച്ചുറലായിട്ട് 18 മുതൽ 22 മീറ്റർ വരെ 18 മീറ്റർ മുതൽ 20 മീറ്റർ വരെ നാച്ചുറലായിട്ട് ഡെപ്തുള്ള നമ്മുടെ പോർട്ടിനെ 22 മീറ്ററിലോട്ട് കൺവെർട്ട് ചെയ്തിരിക്കുന്നു. കൺവെർട്ട് മീൻസ് ഡ്രഡ്ജ് ചെയ്ത് നമ്മുടെ പോർട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വെറും 10 മീറ്റർ ഡ്രാഫ്റ്റ് മാത്രമാണ് നമ്മുടെ ഈ മരീനസൂറിനുള്ളത്. ഈ ഷിപ്പ് ഡ്രാഫ്റ്റ് ചെയ്തതിൻ്റെ ഒരിരട്ടി കൂടി ആഴം, ഡെപ്ത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനുണ്ട്. അതുകൊണ്ട് വളരെ ഈസിയായിട്ട് ഷിപ്പിന് പോകാൻ സാധിക്കും. ധാരാളം ജനങ്ങളുടെ സ്വപ്നം കണ്ട സ്വപ്ന സാഫല്യത്തിന് വിരാമമിട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ സ്വപ്ന സാക്ഷാത്കാര്യം നടത്തിക്കൊണ്ടാണ് നമ്മുടെ മരീനസൂർ വന്നു പോകുന്നത്. ആദ്യമായി വന്ന ട്രാൻസ്ഷിപ്മെൻ്റ് ഷിപ്പ് എന്ന ബഹുമതിയുമുണ്ട്. വളരെ ദൂരെയായിട്ട് ധാരാളം കണ്ടെയ്നർ നിരനിരയായി നമ്മുടെ യാർഡ് പോർഷനിലേക്ക് അടുക്കിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിൽ വളരെ കുറച്ച് കണ്ടെയ്നറാണ് മരീനസൂർ കൊണ്ടുപോകുന്നത്. വരും ദിവസങ്ങളിൽ ധാരാളം ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിലേക്ക് ഒഴുകിയെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നമ്മുടെ മരീനസൂറിൻ്റെ ബെർത്താവട്ടെ 37.4 മീറ്ററാണ്. നമ്മൾ ഈ കാണുന്ന STS ക്രെയിൻ്റെ ബൂമാവട്ടെ 72 മീറ്ററാണ്. 72 മീറ്റർ, അതായത് നമ്മുടെ മരീനസൂറിനെ കാട്ടിയും ഒരിരട്ടി കൂടിയുണ്ട് നമ്മുടെ ഈ പറയുന്ന STS ക്രെയിൻ്റെ ബൂം. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിൽ ബെർത്ത് ചെയ്താലും വളരെ ഈസിയായിട്ട് കണ്ടെയ്നർ മൂവ്മെൻറ്റ് നടത്താൻ പറ്റുന്ന സെമി ഓട്ടോമാറ്റിക് STS ക്രെയിനാണ് നമ്മുടെ മുന്നിലുള്ളത്. കാരണം നമ്മുടെ പോർട്ടാവട്ടെ ഫ്യൂച്ചറിലേക്ക് ഒരുപടി മുന്നോട്ട് നിൽക്കുന്ന പോർട്ട് തന്നെയാണ്. അതുമാത്രമല്ല, ഇന്ത്യയുടെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻ്റ് ഹബ്ബാണ് നമ്മൾ ഈ കാണുന്നത്. അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസാണ് ഇവിടെ ഉള്ളത്. കാരണം ഇത് സെമി ഓട്ടോമാറ്റിക് STS ക്രെയിൻ ആയാൽ നമ്മൾ ഈ കാണുന്ന യാർഡ് ക്രെയിൻ അല്ലെങ്കിൽ കാൻഡിലിവർ റെയിൽമോണ്ട് ഗ്രാൻഡി ക്രെയിൻ എന്ന് പറയുന്ന ക്രെയിനെല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക് തന്നെയാണ്. ഫുള്ളി ഓട്ടോമാറ്റിക് ഷിപ്പ് ഇപ്പോൾ വളരെ അധികം ബെർത്തിൽ നിന്നും മാറിയതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വളരെ സാവധാനമാണ് ഷിപ്പ് മുന്നിലേക്ക് പോകുന്നത്. ഈ ഷിപ്പ് പോകുമ്പോൾ വളരെ ചെറിയ വള്ളങ്ങൾ അതിൻ്റെ കൂടെ പോകുന്നുണ്ട്. പലർക്കും ഒരു സംശയം കാണും, ഇത്രയും ചെറിയ വള്ളങ്ങൾ എന്തിനാണ് പോകുന്നത് എന്നുള്ളത്. വേറെ ഒന്നിനുമല്ല, ഇതേപോലെ ടഗ് ബോട്ടിൽ ടൈ ചെയ്തിട്ടുള്ള റോപ്പ് അഴിക്കുക, ചെറിയ റോപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡ് ഓവർ ചെയ്യുക. അതിനു വേണ്ടിയാണ് ചെറിയ വള്ളങ്ങളിലെ നമ്മുടെ ഹെവി ഷിപ്പുകൾ വരുമ്പോൾ അതിൻ്റെ അടുത്തുകൂടി തന്നെ ചെറിയ വള്ളങ്ങൾ പോകുന്നത് ഇതിനു വേണ്ടിയാണ് പോകുന്നത്.
ടക്ക് ബോട്ട് മുന്നേ പോകുന്ന കാണാൻ സാധിക്കും. ബ്രേക്ക് വാട്ടറിൻ്റെ നീളം വളരെ വലുതാണ്. ഇങ്ങനെ നിർത്തുവാണെങ്കിൽ ഇതേപോലെയുള്ള ആ ഷിപ്പുകൾക്ക് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ നിരനിരയായി നിൽക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഏതുവിധ സംശയമില്ല. കാരണം ബെർത്ത് മുതൽ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ വരെ ഏതാണ്ട് 1 കിലോമീറ്ററിൻ്റെ അടുത്ത് 900 മീറ്ററോളം ലെന്തുണ്ട്. മരീൻ അസൂർ വളരെ സാവധാനം മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ സാവധാനമാണ് നീങ്ങുന്നത്. 2 ടഗ് ബോട്ടുകൾ നമുക്ക് സൈഡിലായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ പോർട്ടിനോട് വിട പറഞ്ഞ് മരീൻ അസൂർ അടുത്ത പോർട്ടിലേക്ക് പോവുകയാണ്. ആ ഒരു മനോഹര നിമിഷമാണിത്. ഇപ്പോൾ വൈകുന്നേരമായിരിക്കുന്നു. സന്ധ്യാസമയത്ത് നമ്മുടെ പോർട്ടിനോട് വിട പറഞ്ഞു പോകുന്ന മരീൻ അസൂറിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതുപോലുള്ള ധാരാളം ഷിപ്പുകൾ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് കടന്നു വരുന്നതായിരിക്കും. 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ട്രയൽ റണ്ണാണ് നമ്മുടെ ഈ പോർട്ടിനുള്ളത്. പലരും പറയുന്നു ടേൺ അറൗണ്ട് ടൈമൊക്കെ വളരെ കുറവായി വരുന്നില്ലേ? ഈ ടേൺ അറൗണ്ട് ടൈമൊന്നും നമ്മളിപ്പോൾ നോക്കാറില്ല. കാരണം 2 മാസത്തേക്ക് ട്രയൽ റണ്ണാണ്. അത് കാരണം ഷിപ്പ് ഇപ്പോൾ 2ാമത് ഷിപ്പാണ് വരുന്നത്. ഇനി 2 മാസത്തിനകത്ത് ധാരാളം ഷിപ്പുകൾ വരും. അതുപോലത്തെ ഷിപ്പുകൾ വന്ന് നമ്മൾ ഈ പറയുന്ന STS ക്രെയിനുകൾ ഉപയോഗിച്ച് ഈ പറയുന്ന കണ്ടെയ്നറുകൾ നമ്മുടെ യാർഡ് പോർഷനിലേക്ക് മാറ്റി ആ രീതിക്ക് ഒരു സ്പീഡപ്പ് ആയതിനു ശേഷമാണ് നമ്മൾ ടേൺ അറൗണ്ട് ടൈമെല്ലാം നോക്കുക. വളരെ സാവധാനം പോർട്ടിന് പുറത്തേക്ക് പോകുന്ന മരീൻ അസൂറിനെ നമുക്ക് കാണാൻ സാധിക്കും. 2 ദിവസം മുന്നേ തന്നെ മുണ്ട്ര പോർട്ടിൽ നിന്നും വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ടിലേക്ക് വന്നതാണ്. ആ സമയത്ത് സാൻ ബെർണാണ്ടോ ഉണ്ട് ഇവിടെ. ഒരു ദിവസം നമ്മുടെ ഷിപ്പിനെ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം നമ്മുടെ ഷിപ്പ് അകത്തേക്ക് കയറി. ആ അകത്തേക്ക് കയറുന്ന സമയത്തൊരു മഴയുണ്ടായിരുന്നു. ആ വീഡിയോ വ്യക്തമായി ഞാൻ ഷൂട്ട് ചെയ്ത് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലെത്തിച്ചു. അതിന് നൽകിയ സപ്പോർട്ടിന് വളരെയധികം നന്ദി. ആ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഏത് ഷിപ്പ് വന്നാലും വിഴിഞ്ഞം പോർട്ടിൽ വന്നു പോയാലും നമ്മൾ ആ വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തിക്കും, ഉറപ്പായിട്ടെത്തിക്കും. ഇനിയും ആ സപ്പോർട്ട് ഉറപ്പായിട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. മരീൻ അസൂർ പോർട്ടിനോട് വിട പറഞ്ഞു പോകുന്ന ആ ഒരു ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു നൂറ്റാണ്ടിൻ്റെ സ്വപ്ന ലോകത്തു നിന്നും പറന്നു പോകുന്ന മരീൻ അസൂറിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ സാവധാനം നമ്മുടെ പോർട്ടിൻ്റെ പുറത്തേക്ക് എത്താറായിട്ടുണ്ട്. നമുക്കത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. മരീൻ അസൂർ ഇപ്പോൾ നമ്മുടെ പോർട്ടിൻ്റെ എൻഡ് പോർഷനിൽ എത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.